കുഞ്ചാക്കോ ബോബന്റെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ചാക്കോച്ചൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത്. ആക്ഷൻ ആയാലും പെർഫോമൻസ് ആയാലും വളരെ ലൗഡായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കുഞ്ചാക്കോവന്റെ ഇൻട്രോ തന്നെ കിടലാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഇൻട്രോ ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ജിത്തു അഷ്റഫ് എന്ന് പറയുന്ന സംവിധായകന്റെ മികവ്, അതുപോലെ തന്നെ ഷാഹി കബീർ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ മികവ്, ഷാഹി കബീറും പോലീസ് ക്യാരക്ടറുകളും തമ്മിൽ അമേദ്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ ഒരു കണക്ഷൻ ഈ സിനിമയിൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇതിലെ പെർഫോമൻസ്, ഈ സിനിമയിൽ വന്നു പോകുന്ന എല്ലാ തരങ്ങളും നല്ല രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ചാക്കോച്ചൻ, അതുപോലെ തന്നെ വില്ലനിസം കാണിക്കുന്ന ക്യാരക്ടേഴ്സ്, വിശാഖ് നായരുടെ ക്യാരക്ടേഴ്സ്, അവരുടെ ഗ്യാങ് എല്ലാം കില്ലിലാണ്. ഈ ഒരു ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് ജെക്സ് പിജോയുടെ, എല്ലാം കില്ലിലാണ്. തിയേറ്ററിൽ നിന്ന് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു സിനിമയാണ്. നമുക്ക് സിനിമയുടെ തുടക്കം മുതൽ ഒരു മുക്കുപണ്ട കേസ് അന്വേഷിക്കുന്നത് മുതൽ അവസാനം ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്ന ഒരു കഥയാണ്. ഒരു ക്രൈം ത്രില്ലർ, റിവെഞ്ച് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പാക്കേജാണ്. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി നിങ്ങൾക്ക് ഈ സിനിമ കാണാം, കണ്ട് ആസ്വദിക്കാം. ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി.